ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൽ സിന്ദൂരം ചാർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? രാമായണകാലത്ത് ഒരിക്കൽ സീതാദേവി രാജസഭയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. സീതാദേവിയെ കൂട്ടിക്കൊണ്ടു പോകാനായി ശ്രീരാമദാസൻ ഹനുമാൻ സീതാദേവിയുടെ അടുത്തെത്തി. അപ്പോൾ സീതാദേവി തന്റെ നെറ്റിയിൽ സിന്ദൂരം തൊടുകയായിരുന്നു. ഇത് കണ്ട് ഹനുമാൻ ചോദിച്ചു, മാതാവേ, എനിക്ക് ഒരു സംശയം. എന്തുകൊണ്ടാണ് അവിടുന്ന് എല്ലാ ദിവസവും നെറ്റിയിൽ സിന്ദൂരം അണിയുന്നത്? സീതാദേവി പറഞ്ഞു, ഇത് എന്റെ ഭർത്താവായ ശ്രീരാമനോടുള്ള സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമാണ്. ഇത് ധരിക്കുന്നത് രാമന്റെ ദീർഘായുസ്സും സന്തോഷവും ഉറപ്പാക്കാനുള്ള മാർഗമാണ്. പിന്നീട് സീതാദേവിയുമായി ഹനുമാൻ രാജ്യസഭയിലേക്ക് എത്തി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം തന്റെ ശരീരം മുഴുവൻ സിന്ദൂരം ചാർത്തിക്കൊണ്ട് ഹനുമാൻ രാജ്യസഭയിലേക്ക് തിരികെ വന്നു. സിന്ദൂരം ചാർത്തിയ ഹനുമാനെ കണ്ടപ്പോൾ ശ്രീരാമനും മറ്റുള്ളവരും ആദ്യം അത്ഭുതപ്പെട്ടു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് രാമൻ ഹനുമാനോട് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, സീതാമാതാവിന്റെ നെറ്റിയിൽ ഒരു ചെറിയ അളവിലുള്ള സിന്ദൂരം അങ്ങേക്ക് സന്തോഷവും ദീർഘായുസ്സും നൽകുമെങ്കിൽ ഞാൻ എന്റെ ശരീരം മുഴുവൻ സിന്ദൂരം പൂശുന്നത് അങ്ങയുടെ സന്തോഷം വർദ്ധിപ്പിക്കുകയും അങ്ങയെ കൂടുതൽ സംരക്ഷിക്കുകയും ചെയ്യില്ലേ? ഇത് കേട്ട് രാമന്റെ കണ്ണുകൾ നിറഞ്ഞു. ഹനുമാന്റെ ഭക്തി കണ്ട് കലങ്ങിയ കണ്ണുകളോടെ രാമൻ ഹനുമാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹനുമാന സിന്ദൂരത്താൽ പൂജ നടത്തുന്നവർക്ക് സന്തോഷവും സമൃദ്ധിയും ലഭിക്കും. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സിന്ദൂരം സമർപ്പിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് പറയപ്പെടുന്നത്.